ഇത് കണ്ടോടാ. എടാ ഇതിലൊരു ഹാർട്ട് കൂടി വരച്ച സൂപ്പർ. എന്താ ബസ് വന്നു? എടാ മച്ചു, അങ്ങേ ബസ് ചാടി കയറുമ്പോ ഒരു പെണ്ണെന്നോട് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞില്ല, അവളാണത്. ആ എടാ സൂപ്പർ ആണല്ലോ. എടാ വാ, ബസ് പോകുന്നു. ഹലോ. എന്താ പറ്റുന്നു? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നീ എന്താ പരീക്ഷയ്ക്ക് തോറ്റോ? എടാ ദിനാ വാടാ. എടാ വാടാ. വെള്ള കളറ് ധാവണിയോ പച്ച കളറ് ചുരിദാറോ നാളെ അണിഞ്ഞ് വന്നാട്ടെ നീ വാടി പെണ്ണെ വായാടി. ഹേ 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 പച്ച കളറ് ചുരിദാറോ വെള്ള കളറ് ധാവണിയോ ടൈറ്റാനിക് വാടി പെണ്ണെ വായാടി. BA ഹിസ്റ്ററി. പ്രണയിക്കാതിരിക്കുന്നതിനേക്കാൾ പ്രണയിച്ചു തോൽക്കുന്നതാണ് നല്ലത്. നാളെ എന്താടി പരീക്ഷ? മലയാളാ നാളെ. ഓ അത് ശരി, നീ പഠിച്ചോ? ആ പറ. ചേട്ടാ 2 ആർട്സ് കോളേജ്. എന്ത് പറ്റി? ഞാൻ പറഞ്ഞില്ലേ പിന്നലുണ്ട്. നാവൂര് MGR നഗർ. ഒരു MGR നഗർ. ഒരു MGR നഗർ പറഞ്ഞല്ലേ ചേട്ടാ? ഒരു MGR നഗർ. ഹലോ ഹലോ. പൂർണിമ ടിക്കറ്റ്. സോറി. ബാക്കി ഇപ്രാവശ്യം എങ്ങനെങ്കിലും ജയിച്ചെങ്കിലും പറ്റൂടാ, ഇല്ലെങ്കിൽ അച്ഛൻ എന്നെ കൂലിപ്പണിക്ക് പറഞ്ഞു വിടും. ഇതൊക്കെ വലിയ കാര്യമാണോടാ? നീ മലയാളത്തിന് തോറ്റില്ലല്ലോ, ഇംഗ്ലീഷിനല്ലേ തോറ്റെ? വെല്ലോന്റെ ഒക്കെ ഭാഷ പടി എന്ന് പറഞ്ഞ് എങ്ങനെയാ പഠിക്കുന്നത്? കൊണ്ടാരടങ്ങാനായിട്ട് വെറും 2 മാർക്കിന്റെ കുറവുള്ളടാ. അതിന്റെ പേരിൽ രാവിലെ മുതൽ വീട്ടിൽ പ്രശ്നം. നോക്കാൻ വെച്ചു, പരീക്ഷ ഇനിയും വരൂടാ. മന്ത്രി കഴിഞ്ഞ നമ്മളെല്ലാരും ജയിക്കും, അത് ഉറപ്പാ. എടാ നിനക്ക് 2-3 മാർക്കിന്റെ കുറവല്ലേ, എനിക്ക് 30 മാർക്കിന്റെ കുറവുണ്ട്, അറിയാമോ? എനിക്ക് 30 മാർക്കിന്റെ കുറവുണ്ടെന്ന്. അത് വളരെ സിമ്പിളടാ. നീ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതേപടി എഴുതിയാൽ മതി. പറ്റുമെങ്കിൽ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ സംഘടിപ്പിക്കുക, അത് നോക്കി നീ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. പക്ഷെ മച്ചു, നീ എഴുതുന്ന ഇംഗ്ലീഷ് ആർക്കും മനസ്സിലാവരുത്. എന്തിനാണ് അവള് നിന്നെ നോക്കുന്നേ? നോക്കിയായിരുന്നോ? ആ അതേടാ. വീണ്ടും നോക്കുന്നുണ്ടോടാ? എന്തിനാടാ ചിരിക്കുന്നേ? ചിരിക്കുന്നുണ്ടല്ലേ? എന്താടാ നീ ചിരിക്കുന്നേ? എന്താടാ ഇവിടെ നടക്കുന്നത്? നിന്റെ അടുത്ത് ഇപ്പൊ പറയുന്നതിന് എന്താ മച്ചു? ആ പെണ്ണിനെ ഞാൻ പ്രേമിക്കുന്നു മച്ചു. ആര്? പൂർണിമയെ? ആ പെണ്ണിനെയോ? ഇതേ കണ്ടില്ലേ, എപ്പോഴും നോക്കുന്നുണ്ട് മച്ചു. പക്ഷെ അവളോട് ഇതുവരെ ഒന്നും പറയാൻ പറ്റിയില്ല. നീ എങ്ങനെയെങ്കിലും സംസാരിച്ചു വിടറാ. അവളെ ഞാൻ 3 വർഷമായിട്ട് പ്രേമിക്കുകയാണ്, അറിയാമോ? രാപകൽ ഞാൻ പുറകെ നടക്കുക. എന്നോട് ഒരു തവണ അവള് ചിരിച്ചിട്ട് പോലും ഇല്ലടാ. അവള് നിന്റെ പെങ്ങളാന്ന് വിചാരിക്കടാ. എടാ മച്ചു, നീ തന്നെ ഞങ്ങൾക്ക് എല്ലാം സഹായം ചെയ്തതാടാ. നീ ചെയ്യുന്നത് ശരിയല്ലടാ. നിനക്ക് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഇംഗ്ലീഷാ? നീ ഇങ്ങോട്ട് വാ. പൂർണി പൂർണി പൂർണി
നമ്മുടെ കഥയിലെ നായകനായ ദിനേശ് പൂർണിമയുടെ പിന്നാലെ 6 മാസമായി ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. എത്രയോ പ്രാവശ്യം പ്രണയം പറയാൻ ട്രൈ ചെയ്തെങ്കിലും അവനതിന് കഴിഞ്ഞതേയില്ല. ഇന്ന് എന്തായാലും പൂർണിമയോട് തന്റെ പ്രണയം പറഞ്ഞേ തീരൂ എന്ന് ഒരേ ഒരു വാശിയിലാണവൻ. മച്ചു വൈകിട്ട് കാണാം അവിടെ. ശരി മച്ചു. എടിയ കർച്ചീഫ് ഒന്ന് താടി. സോറി, തരില്ല. ഓ ഭയങ്കര ചൂടാല്ലേ. അയ്യോ സമയം പോകുന്നു, വേഗം വാ. ദേടി പുറകെ വരുന്നുണ്ട്. തിരിഞ്ഞു നോക്കാതെ വാടി. പൂർണി, നീ കണ്ടില്ലേ പുറകെ വരുന്നത്? വന്നോട്ടെ, നിക്ക്. വേഗം നടക്ക്. ഏയ് പൂർണി നിക്കാൻ പറഞ്ഞില്ലേ? ചേട്ടാ പ്ലീസ് ചേട്ടാ, പിറകെ ഇങ്ങനെ വരല്ലേ ചേട്ടാ. നിങ്ങൾ എനിക്ക് ചേട്ടനെ പോലെയാ. ചേട്ടനാ? എല്ലാവരും ഒരുമാതിരി നോക്കുന്നു ചേട്ടാ. ചേട്ടൻ ഛേ. വിനയ് ഇന്നും വന്നില്ലല്ലോ, എന്താണോ എന്തോ. ദേ അങ്ങോട്ട് നോക്കി, നിന്നെയാടി. സൂപ്പർ അല്ലേ? നാണോനുണ്ട് നിനക്ക്? ഇപ്പൊ ഒരു പെണ്ണ് ഇട്ടേച്ച് പോയല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് വേറൊരു പെണ്ണോ? ലവ് ഫെയിലിയർ ആയിരിക്കുമ്പോ ദുഃഖത്തോടെ വേണ്ട ഇരിക്കാൻ. ലവ് ഫെയിലിയർ ആയ ദുഃഖത്തോടെ ഇരിക്കണോ? അതെ അല്ലേ, ദുഃഖത്തോടെ വേണം ഇരിക്കാൻ. ഇപ്പൊ എനിക്ക് ദുഃഖമൊന്നും വന്നില്ലല്ലോ. ഞാൻ ദുഃഖിച്ചിരുന്ന ആ പെണ്ണെന്നെ കാമുകനായിട്ട് അംഗീകരിക്കോ? ഒന്ന് പോടാ. അതേടാ എന്റെ മച്ചു, ഒരു ലവ് ലെറ്റർ എഴുതി കൊടുത്തപ്പോ വാങ്ങി വലിച്ചേരി ദൂരെ കളഞ്ഞു. അതിനുശേഷം കുറച്ച് ദുഃഖമുള്ളതായി അറിഞ്ഞ. എന്റെ യഥാർത്ഥ സ്നേഹം മനസ്സിലായപ്പോ അവൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി മച്ചു. ഇപ്പൊ അവക്ക് എന്നെ കാണാതെ കഴിയില്ലെന്നായി മച്ചു. അപ്പൊ ഞാനും ദുഃഖിച്ചിരുന്ന പൂർണിമ എന്നെ ഒന്ന് പ്രേമിക്കോ? Oh. ദിനേശാ, ദുഃഖം വരട്ടാ. ഒരു തലേ രാഗം. ரயில் பயணத்தின் துணையாய் அவள் வந்தாள், உயிர் பயணத்தின் முடிவாய் அவள் நின்றாள். துயில் நினைவினை மறக்கும்